ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കപ്രിയിലാണ്. സോ എനിക്കിവിടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് സൊറൻറ്റോന്ന് കപ്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങളൊരു ബസ് എടുത്തിട്ട് സൊറൻറ്റോ പോർട്ട് വരെ എത്തിയിട്ട് അവിടുന്ന് ഫെറി എടുക്കാനാണ് ഇപ്പോഴത്തെ പ്ലാന്. സോ ലെറ്റ്സ് സീ ഹൗ ദ ഡേ ഗോസ്. ഹായ്. നമ്മൾ വഴി തെറ്റാണ്ട് ലൈക്ക് സ്ഥലത്തെത്തി. ഇതാണ് കേട്ടോ ബസ്. ഇന്നത്തെ ബസ്സിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ഇവിടുത്തെ എന്ത് ടൈപ്പ് ബസ്സാണെന്ന് അറിയില്ല, പക്ഷേങ്കിൽ ആ ബസ്സിലാണ് ഒരു വേ ടിക്കറ്റ് €2 ആണ്. ഇനിയിപ്പോൾ നമ്മൾ കാപ്രിയിലാണ് പോകുന്നത്. സോ നമ്മൾ ഫെറി എടുക്കണം. 30 മിനിറ്റിലെത്തും. കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് ആണ്. €43 ആണ്. ലെറ്റ്സ് സീ. ആക്ച്വലി ഈ 43 എന്ന് പറയുന്നത് റൗണ്ട് ട്രിപ്പാണ് കേട്ടോ, അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ളതാണ്. അപ്പം എൻ്റെ കൂടെ ഈ കുട്ടി ലൈക്ക് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക, ഞാൻ തിരിച്ചു വരും. സോ അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് നോക്കണം, കാരണം അതിന് 10:50 ഉള്ളൂ. അപ്പം നമ്മൾ വേറെ സ്ഥലത്ത് വന്നു, അവിടെ നമ്മൾ ചോദിച്ചു നോക്കണം എങ്ങനെയാണ് എത്ര ടൈമിങ് എന്നുള്ളത്. കുറച്ചൊരു ചീപ്പായിട്ടുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, അതായത് €38 പോയിട്ട് വരാനും അങ്ങോട്ട് പോകാനും ഇങ്ങോട്ടും ആയിട്ടുള്ള റൗണ്ട് ട്രിപ്പിനുമാണ് ഈ €38. അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 43 ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ 9:40, ബാക്കിയൊക്കെ ഇനി 1 അവർ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ ബാക്കിയുള്ള കമ്പനീസൊക്കെ. സോ 9:40 ഫെറി എടുക്കാനാണ് പ്ലാന്. അതിനാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ തിരിച്ച് എനിക്ക് 4:40 തിരിച്ച് ഉള്ള ഫെറി എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും സമയം എനിക്ക് കപ്രിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എനിക്ക് ഇന്നത്തെ ഫുൾ ഡേ കപ്രിയിൽ സ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ മീൻ അറ്റ്ലീസ്റ്റ് എൻ്റെ തിരിച്ചുള്ള ബോട്ടുള്ള സമയം വരേക്കും. ഇത്രയും വലിയ ബോട്ടാണ് ഗൈസ്. 1 പ്ലാറ്റ്ഫോമിലാണ്. ഇതാ ഇത് പ്രോപ്പർ ഫെറി. എനിക്കത് അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ റേറ്റ് വ്യത്യാസം. അപ്പം 9:25 പേര് എടുക്കുക. ഇപ്പം 9:23 ആയി. സോ വി ആർ ലിറ്ററലി റഷിങ്. ഭയങ്കര പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നു. കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയതും ടിക്കറ്റ് എടുത്തതും ഇപ്പം ഇതിൽ കയറിയതും. It looks like a flight. It's a little sideways. കുറേ സ്പേസ് ഉണ്ട്. നമ്മളുടെ സീറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്, സൈഡിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന്. പക്ഷെ അറിയില്ല. Guys, I'm super excited. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലൊരു പ്രോപ്പർ ഷിപ്പിൽ പോകുന്നത്. ആൻഡ് ഐ ഡിഡ് നോ ദാറ്റ് ഈ കാപ്രിയിലുള്ളത് ഇങ്ങനത്തെ ഷിപ്പായിരിക്കും എന്നുള്ളത്. പക്ഷെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല. ഓക്കെ, കാരണം ഞാൻ സലേർണോന്ന് പൊസിത്താനോ വരെ വന്നത് €17 ആണ്. അത് 1 വേ ആണ്. ഓക്കെ, സോ അതിപ്പോൾ തിരിച്ചാകുമ്പോൾ €34 ആവും. അതായത് 2 വേ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇത് കാപ്രിയിൽ €38 ആണ് അപ്പ് ആൻഡ് ഡൗൺ ഫ്രം സൊറൻറ്റോ. ഓക്കെ, 30 മിനിറ്റ്സ് ട്രാവലാണ് ഇവർ പറയുന്നത്. അപ്പം നമ്മൾ ഇത് പ്രോപ്പർ ഷിപ്പ് പോലെയുള്ളൊരു സംഭവമാണ്. ആൻഡ് മോർ ഓവർ അതൊരു ഐലൻഡിലേക്കും കൂടിയാണ് പോകുന്നത്. സോ അതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രൈസ്. ഈവൻ സലേർണോന്നും അറൗണ്ട് ഈ ഒരു പ്രൈസ് തന്നെയാണ് ഞാൻ കണ്ടത് അവിടെ. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ ഇനി എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളത്. ദിസ് എക്സ്പീരിയൻസ് വാസ് അമേസിങ്, സീരിയസ്ലി ഒരു വർത്ത് ട്രൈയിങ് തിങ് ആയിരുന്നു. ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ഓ മൈ ഗോഡ്, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ സ്റ്റിൽ. ഫൈനലി വി ആർ റീച്ചിങ് കാപ്രി. സോ ഓൾമോസ്റ്റ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. സോ ഞങ്ങളിപ്പം ചുമ്മാ നടക്കുകയാണ് ഇതിലൂടെ. നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട് പ്ലാനിൽ. അപ്പോൾ എവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. എൻ്റെ ഫ്രണ്ട്സിന് ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് പറഞ്ഞേ, അപ്പോൾ അവൾക്ക് ഇത് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചുമ്മാ ഇത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, സീ വാട്ട് ഐ ഹാവ് സീൻ, മെയ്ഡ് ഇൻ ഇന്ത്യ. ഹലോ ഗായ്സ്, ആക്ച്വലി ഈ കാപ്രി എന്താണ് ഇത്രയും ഫേമസ് എന്ന് ചോദിച്ചാൽ,
ഇതിൻ്റെ ഈ ക്ലിഫ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ക്ലിഫ്സ് ആണ്. പിന്നെ ടെർക്കോയിസ് വാട്ടർ ആണ്. ഇതിൻ്റെ വാട്ടറിൻ്റെ കളർ കണ്ട് ഒരു ഗ്രീനിഷ് ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു മിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെഡിറ്ററേനിയൻ്റെ ആയിട്ടുള്ള ഒരു ചാമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ കാപ്രി ഐലൻഡ് ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട്. പിന്നെ ജനറലി ഇറ്റലിയിൽ എല്ലാ കോസ്റ്റൽ ഏരിയാസും എന്താ പറയുക കൈൻഡ് ഓഫ് ഫേമസ് ആണ്. ബിക്കോസ് ദീസ് പീപ്പിൾ ലൈക്ക് ടു ബി എന്താ പറയുക, ഈ ഒരു സമ്മർ ടൈമിലൊക്കെ അവർക്ക് ഇവിടെ വരാനും കടലിൽ നീന്തി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ എൻ്റെ സ്പ്ലിറ്റിലുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എനിക്ക് അവിടുത്തെ ഐലൻഡിൽ പോകണമായിരുന്നു. കാരണം അവിടെ ബ്ലൂ കേവ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്പ്ലിറ്റിലുള്ളപ്പം, ക്രൊയേഷ്യയിലുള്ളപ്പം. അപ്പം ഇവിടെ ഇതുപോലെ ഒരു ബ്ലൂ ഗ്രൊത്തോ ഉണ്ട്. അപ്പോൾ ബ്ലൂ ഗ്രൊത്തോ മീൻസ് ലൈക്ക് കേവ്സ് എന്നാണ് ഇറ്റാലിയനിൽ അർത്ഥം. അപ്പം അത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും പോയിട്ട് ആ സങ്കടം മാറ്റണമെന്ന്. അപ്പം നോക്കണം എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളത്. ഇവിടെ ഫ്യൂനിക്കുലാറി ഉണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെയാണ് കാപ്രി ലൈക്ക് മെയിൻ ടൗണിലേക്കൊക്കെ പോകണ്ടെങ്കിൽ ഇതിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. സോ അതിനുള്ള ലൈനാണിത്. ഇവിടെ ഒരു 2.4 യൂറോസിൻ്റെ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്കിത് ഇവിടെ കയറാൻ പറ്റുള്ളൂ. നോക്കാം ഇനി എന്താ ഉള്ളതെന്നുള്ളത്. ഇവിടെ എല്ലാം ടൂറിസ്റ്റിയാണ്, സൂപ്പർ ടൂറിസ്റ്റിയാണ്. കൊട്ടവെല്ലാം എന്താ പറയുക, കത്തിയും പൈസയാണ് ഇവിടെ കാപ്രിയിൽ. ഐ ഡോണ്ട് വോണ്ട് ടു സ്പെൻഡ് മച്ച്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മോസ്റ്റ്ലി ഇനി ഗ്രോത്തോ അവിടെയും കൂടെ പോയിട്ട് അത്രയൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കാപ്രിയും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ തിരിച്ച് സൊറന്റോയിൽ തന്നെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫ്യൂനിക്കുലാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്ച്വലി നമ്മൾ ടിക്കറ്റ് പേ ചെയ്തത് ഇത് മേലെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത് മെയിനായിട്ട് കാപ്രി ടൗണിൽ നമ്മൾ പോവാണ്. നല്ല മേലോട്ട് പോകുമ്പോൾ നല്ല വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഹോൾ വ്യൂ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇതൊരു വ്യൂ പോയിന്റിലേക്ക് വല്ലതുമായിരിക്കും നമ്മൾ കാണാൻ പറ്റുന്നത്. കാരണം ഇത് നല്ല ടോപ്പിലാണ്. നടന്നാലും ചിലപ്പം പണി കിട്ടാൻ തന്നെ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ ഈ ഒരു സർവീസ് തന്നെ കൊടുത്തിട്ടുണ്ടാവുക. ഒരു 10 minutes ഒക്കെ എടുത്തുള്ളൂ കേട്ടോ ഇവിടെ മേലെ എത്താനായിട്ട്. ഈ വ്യൂ പോയിന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സംഭവം എടുത്തത്. ആൻഡ് യെസ്, ഇറ്റ്സ് ഗുഡ്. ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആണ്. അവിടെയാണ് മാക്സിമം ആയിട്ടുള്ള റെസിഡൻസ് ഏരിയ കാണുന്നത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ആ ലെവലിലാണുള്ളത്. ആൻഡ് സീ ദ സീ ലെവൽ. അപ്പോൾ അതെ, നമ്മൾ പിന്നെയും അവിടെ കുറച്ച് സ്റ്റെപ്സ് കയറിയിട്ട് അതിൻ്റെയും കുറച്ചും കൂടെ മേലെ വന്നിട്ടാണുള്ളത്. cathedral as well over there. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. സോ ഇതിലുള്ള സ്ട്രീറ്റ്സിലൂടെ ഇപ്പം ഞാൻ നടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ട്രീറ്റ്സ് കാണാനായിട്ട്. ആൻഡ് സെറാമിക്സിനെ കൊണ്ടുള്ള കുറേ ഷോപ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇപ്പം നമ്മളുള്ളത് ഇപ്പം നമ്മളുള്ളത് കാപ്രിയിലാണ്. ഞാൻ വീഴാൻ വേണ്ടി പോയതോ ഈ ഒരു സാധനം ചാടിക്കിടന്നപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കാപ്രിയിൽ പോകാൻ. വേറൊരു ബസ് ടിക്കറ്റ് എടുക്കണം. സോ നമ്മളിവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് കാപ്രിക്ക് പോവാം. ആൻഡ് ഈ ബസ് ആണ് കാപ്രിയിൽ പോകേണ്ട ബസ്. ഓക്കെ, പല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ആ ബസ്സുകളൊക്കെ വേറെ സ്ഥലത്ത് പോകുന്നതാണ്. ഈ ബസ്സാണ് കാപ്രിയിൽ പോകുന്നത്. അപ്പം നമ്മൾ കാപ്രിയിലാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഇവിടെയൊക്കെ കണ്ടോ കുറേ കളിമണ്ണ് കൊണ്ടുള്ള പോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ ഇതെല്ലാം അപ്പ് ഹിൽസ് ആണ്. കണ്ടോ ഈ ബസ്സിൻ്റെ ഒക്കെ അവസ്ഥ. വേറെ ഒരു എം ഗ്രാൻഡേ എന്ന് പറഞ്ഞ പ്ലേസിൽ നിന്ന് വരുന്ന ബസ്സാണത്. ഞാൻ പറഞ്ഞില്ല വേറെയും പല സ്ഥലങ്ങളിൽ പോവാം. ഞാനിപ്പോൾ കാപ്രിയിൽ മാത്രമേ പോകുന്നുള്ളൂ. അപ്പം ഈ ടാക്സി സർവീസ് ഒക്കെ നമുക്ക് എടുക്കാം. ബട്ട് ഇറ്റ്സ് സൂപ്പർ ക്രൗഡഡ് ആൻഡ് ഭയങ്കര കുലുക്കോ അങ്ങനത്തെ ഒക്കെ ഉള്ള ഇതാട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് അപ്പ് ഹില്ലാണ്. സോ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ട്. ഒരു ബാലൻസ് ഒന്നും ഇല്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീഴുന്നുണ്ട്. നമ്മൾ നല്ല മേലെയാണ് കേട്ടോ ഇനിയും പോണത്. അപ്പോൾ കണ്ടോ സീ ലെവല് നല്ല ഇറ്റ്സ് വെരി അപ്പ് ഹിൽ. എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല, പക്ഷെ ഇത് നല്ല അപ്പ് ഹില്ലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ക്യാൻ ഷോ എ ബിറ്റ്. ആ ടേണിങ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ കറക്റ്റ് നമുക്ക്
ഇനിയും ചുരമാണെന്ന് തോന്നുന്നത് ചെറുതായിട്ട്. അയ്യോ, രാവിലെ എക്സൈറ്റ്മെന്റിൽ കയറിയതാണ്, പക്ഷെങ്കിൽ ചുരമായത് തന്നെ എൻ്റെ ഇപ്പോഴത്തെ എക്സൈറ്റ്മെന്റ് ഒക്കെ പോയി. കണ്ടോ ഗൈസ്, ഞാൻ ഇന്നും എനിക്ക് പണി കിട്ടുന്നതാണ് തോന്നുന്നത്. ഞാനിന്ന് വലിയ കാര്യത്തിൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് ചെറിയൊക്കെ അല്ലേ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെങ്കിൽ ഇത് അതിനേക്കാളും വലിയ ഇതാന്ന് തോന്നുന്നു പിടിച്ചത്. ടു മച്ച് ഫോർ മീ. 22 minutes ആണ് ഗൈസ്, 22 minutes ഞാൻ ട്രാവൽ ചെയ്യണം അനാകാപ്രിയിലേക്ക്. എനിക്ക് അറിഞ്ഞൂടാ, ഇത് ഇന്നലെയൊക്കെ പോയതിനേക്കാളും നല്ല ചുരമാണ് കഴിഞ്ഞ 2 ദിവസത്തിനേക്കാളും. അയ്യോ, ഇത് ആദ്യമേ അറിയെങ്കിൽ ഞാൻ ഒരിക്കലും ഇതെടുക്കത്തില്ലായിരുന്നു. ബട്ട് സീ ദ വ്യൂ ഈസ് വർത്ത് ഇറ്റ്. അടിപൊളി വ്യൂ ആണ്, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഈ ഒരു സിക്നസ് കാരണമുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, വിചാരിച്ച പോലെ അത്രയും സമയം എടുത്തില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഒരു ഹാർഡ്ലി ഒരു ലൈക്ക് 8 to 10 minutes ഒക്കെ എടുത്തിട്ടുള്ളൂ. ബട്ട് ഇറ്റ്സ് ഗുഡ്. വർത്ത് ഇതായിരുന്നു, കാരണം നല്ല വ്യൂ ആയിരുന്നു മേലേട്ടേക്ക് വരുമ്പോൾ. ഞാൻ പറഞ്ഞില്ല, ഇതുള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വറീഡായിരുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നോട്ട് എ പ്രോബ്ലം. സോ ദിസ് ഈസ് ദി അനാകാപ്രി. ഓക്കെ, ഇപ്പോൾ നമ്മൾ അനാകാപ്രിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഷോപ്സിലൊക്കെ ഈ പറഞ്ഞ പോലെ ലെമണിനെ അവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഗെയിൻ ലെമൺ 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 എവറിവെയർ. പക്ഷെ നല്ല രസമുണ്ട് ഈ കളർ കോംബോ ഒക്കെ കാണാനായിട്ടുള്ള. എല്ലാ ബിൽഡിങ്സും ഒരു ഓഫ് വൈറ്റ്, ഒരു ലൈറ്റ് യെല്ലോയിഷ് അങ്ങനത്തെ ഒരു തീമിലാണ്. അങ്ങനെ ഡാർക്ക് കളേഴ്സ് ഒന്നും കാണാനില്ല. ഷോപ്പൊക്കെ ഒരു തീം ഉള്ളതുപോലെ തോന്നുന്നു. ലൈക്ക് ഇവിടെയൊക്കെ ഒരു ബ്ലൂ, പിന്നെ അവിടുത്തെ ഇത് ഓക്കെ, അവിടെ നിന്ന് ഞാൻ പാസ് ചെയ്തു. അവിടെ നിങ്ങൾ നേരത്തെ ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും, അവിടെയൊക്കെ ഒരു ഗ്രീനിഷ് തീമായിരുന്നു. ആൻഡ് ഇറ്റ്സ് നൈസ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ട്രീറ്റ് കാണാനായിട്ട്. വേറെ തന്നെ ഒരു വൈബാണ്. അമാൽഫി, പോസിത്താനോ അല്ലെങ്കിൽ സൊറൻറ്റോ, സലേറിനോ ഇവിടത്തേക്കാളൊക്കെ ഒരു ഡിഫറെൻറ്റ് വൈബായിട്ടുണ്ട് അനാകാപ്രി. ഇതൊക്കെ ഒരു ഗ്രേഷ് അല്ലെങ്കിൽ അതിനകത്തെ കളറിൻ്റെ പേരെനിക്കറിയില്ല. ബട്ട് ദിസ് ഈസ് ഓഫ് എ ഡിഫറെൻറ്റ് തീം. എനിക്ക് ആക്ച്വലി ഇഷ്ടമായി. ഇഫ് യു ആസ്ക് മീ ഔട്ട് ഓഫ് ഓൾ ദ 3, പോസിത്താനോ, അമാൽഫി, കാപ്രി, എനിക്ക് ഈ കാപ്രിയാണ് ഏറ്റവും ഇഷ്ടമായത്. കുറച്ചും കൂടെ ഒരു രസമുണ്ട്, ഒരു വൈബുണ്ട് നടക്കാനൊക്കെ ആയിട്ട്. ദെൻ പോസിത്താനോ ആൻഡ് ലീസ്റ്റ് വൺ വാസ് അമാൽഫി. ആൻഡ് ടൗൺ ചോദിക്കുകയാണെങ്കിൽ സലേറിനോ, സൊറൻറ്റോ എനിക്ക് 2 ഇഷ്ടം. പക്ഷേ സലേറിനോ കുറച്ചും കൂടെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. നല്ലൊരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു. ആൾക്കാർ നല്ലതായിരുന്നു. സൊറൻറ്റോ കുറച്ചും കൂടെ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള വൈബാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സലേറിനോ പോലത്തെ വൈബ്സാണ് ഇഷ്ടമുള്ളത്. അപ്പം ഐ പ്രിഫർ സലേറിനോ, ബട്ട് സൊറൻറ്റോ ഈസ് ഓൾസോ ഈക്വലി ഗുഡ്. So yeah, you can choose the places according to your taste and wish. എനിക്ക് അറിഞ്ഞൂടെ why they are doing it. പക്ഷേ എല്ലാ ഷോപ്പും നോക്കുകയാണെങ്കിൽ 1-2 ഷോപ്സ് അല്ല, എല്ലാ ഷോപ്സിലും ഒരു തീമോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു കളർ കോമ്പിനേഷൻ കാണാനുണ്ട്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ടത്. പക്ഷേങ്കിൽ എക്സ്പെൻസീവ് കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കുറച്ച് കത്തിയായിട്ട് തോന്നിയത് അനാകാപ്രി ഈ സൈഡാണ് കമ്പയർഡ് ടു ദി അതർ പ്ലേസസ്. അതുപോലെ അമാൽഫിയും പോസിത്താനവും ഓഫ് കോഴ്സ് ടൂറിസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ കമ്പയർഡ് ടു ഓൾ ദ 3, കപ്രി എനിക്ക് കുറച്ചും കൂടെ ഇതായിട്ട് തോന്നിയത്, എക്സ്പെൻസീവായിട്ട് തോന്നിയത്. ഐ ക്യാൻ ടോട്ടലി ഗെറ്റ് യു ഗേൾ. yesterday I was in your situation. പിന്നെ വേറെ എന്ന് വെച്ചാൽ സലേറിനോ, സൊറൻറ്റോ വെച്ച് നോക്കുമ്പോൾ സലേറിനോ ആണ് ഭയങ്കര ചീപ്പായിട്ട് തോന്നി. മറ്റുള്ള പ്ലേസസ് മിലാനാണെങ്കിൽ റോമാണെങ്കിൽ എല്ലാം വെച്ച് നോക്കിയപ്പോൾ. പിന്നെ സൊറൻറ്റോ ഇസ് ലൈക്ക് നോർമൽ, ഒരു മിലാൻ പോലത്തൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. ഐ മീൻ മേ ബി മിലാൻ്റെ അത്ര ആയിരിക്കില്ല, ബട്ട് മോർ ഓർ ലെസ് അത്ര തന്നെയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇത്രയും ദിവസങ്ങളിൽ മനസ്സിലായ കാര്യങ്ങൾ. ഐ എം ഷെയറിങ് വിത്ത് യു. ഓക്കെ, ഇവിടെ ഒരു കാസ ഉണ്ട്. കാസ എന്ന് വെച്ചാൽ വീട് എന്നാണ് അർത്ഥം. അപ്പം കാസ റോസ എന്ന് പറഞ്ഞതാണ് ഇത് കേട്ടോ. ഇത് ബിൽഡ് ചെയ്തത് ജോൺ ക്ലേ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ്. സോ ഒരു ഇസ്ലാമിക് സ്റ്റൈൽ ബേറ്റിൽമെൻസും പിന്നെ പോംപിയൻ റെഡ്, അതായത് ഫുൾ ഒരു റെഡ് തീമിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. So yeah, more than a residence, it was conceived as a house museum housing archaeological finds and a decorated courtyard with a majolica staircase connecting the various levels. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു പ്രത്യേകം ഉള്ളൊരു സംഭവമാണ്. പോംപെയ് റെഡ് എന്ന് പറയുന്ന സംഭവമാണിത്.
പിന്നെ മൊത്തത്തിലൊരു ഇസ്ലാമിക് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. സോ സി ദിസ് ഇസ് ദാറ്റ് കാസ അല്ലെങ്കിൽ ഹൗസ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ അനാക്കാപ്രിയിലുള്ള എന്തോ ഡെഡിക്കേഷൻ ടു അനാക്കാപ്രിയായിട്ടൊക്കെ ആൾ ബിൽഡ് ചെയ്തു എന്ന് പറയുന്ന സംഭവം കേട്ടോ ഇത്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ത്രൂ ഔട്ട് ഇപ്പോൾ ഞാൻ നടന്ന് കൊണ്ടിരിക്കുമ്പോഴൊക്കെ കുറേ ഞാൻ നടന്നു. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് വൈറ്റ് തീമാണ് ഫുള്ള് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ആ ഒരു, അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഇറ്റ്സ് ഓഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നടക്കാനായിട്ടൊക്കെ. സോ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ. അപ്പം എന്താ ഈ സാധനമാണ് എടുക്കുന്നത്. ഇത് എഗ് പ്ലാന്റും പിന്നെ മൊസറില്ല മിക്സുമാണ്. സോ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവരുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ വർക്ക് ആവണില്ല പറഞ്ഞു. നമ്മൾ ക്യാഷാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഷോപ്പ്. ആക്ച്വലി ദിസ് ഇസ് ഗുഡ്. നന്നായിട്ടുണ്ട്. നല്ല ചീസും എഗ് പ്ലാന്റും ഫില്ലിങ്സാണ്. കൊള്ളാം. നടന്നതേ ഈ ഒരു സൈഡെത്തി. ഇവിടെ ഒരു കത്തീഡ്രൽ ഉണ്ട്. പിന്നെ അവിടെ ഒരു സ്റ്റെപ്സൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് മോർ ഓർ ലെസ് ദിസ് ഇസ് ദി എൻഡ്. സൈഡിലേക്ക് ഒരു സ്ട്രീറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് പിന്നെയും അങ്ങനെ പോയിട്ട് നമുക്ക് ലെഫ്റ്റിൽ പോയാൽ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തേക്കുള്ള വഴിയായിരിക്കും. പിന്നെ അത് ഈ ഒരു കത്തീഡ്രൽ ആൻഡ് ദെൻ ഈ താഴേക്കുള്ളൊരു വഴി ഇതേ ഇവിടെ. ഞാൻ ഈ ഒരു സ്ട്രീറ്റിൽ എടുത്തു എന്താ ഇവിടെ ഉള്ളതെന്ന്. കാരണം ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. എല്ലാവരും അവിടെ ടൂറിസ്റ്റ് ആയുള്ള സ്ഥലം കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. സോ ഐ തോട്ട് ഇവിടെ വന്നിട്ടൊന്ന് നോക്കാം. സോ കണ്ടോ, വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു പ്ലേസാണ്. ആൻഡ് ദിസ് ലുക്സ് ഗുഡ്. ഇപ്പോൾ ഉച്ചയായി, 12 o'clock ആയി. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അനാക്കാപ്രിയിൽ നിന്ന് ഇറങ്ങുകയാണ്. Shall we take that way? Yeah, because I think that also goes over there. Okay. So ഇനി ഇത് കഴിഞ്ഞിട്ട് കപ്രിയിലേക്ക് തിരിച്ചു പോയിട്ട് ടൈമിംഗ് നോക്കണം. അതുകൊണ്ട് പറ്റാച്ചാൽ ഗ്രൊത്തോയിൽ പോകണം. കേവ്സിൽ പോകാൻ പറ്റുമെങ്കിൽ. കാരണം 4:40 എൻ്റെ തിരിച്ചുള്ള ഷിപ്പ്. അപ്പം ആ ടൈമിംഗ് അനുസരിച്ചിട്ട് വേണം എനിക്ക് ഗ്രൊത്തോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ. ഇനിയിപ്പോൾ ഗ്രൊത്തോ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് നോക്കി ചെയ്യണം. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു എക്സ്ട്രാ സംഭവങ്ങൾ എടുത്തില്ലെങ്കിലും ഇങ്ങനെ വന്നിട്ട് ഈ സ്ട്രീറ്റിലൂടെ നടക്കാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വൈബായിട്ടുണ്ട്. സോ നമ്മൾ വേറെ സ്ഥലത്തിലൂടെയാണ് തിരിച്ചു പോകണേ. കാരണം ഓൾറെഡി വന്ന വഴി നമ്മൾ കണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വഴി എടുത്താൽ മേ ബി കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഈ വഴി എടുത്തിട്ടാണ് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ, പക്ഷേ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക്. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. ഇവിടെയൊക്കെ കണ്ടോ, ഫുള്ള് റെസ്റ്റോറൻ്റാണ്. പക്ഷെ അവർ നന്നായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു തീമാണെങ്കിലും ഒരു കളർ കോംബോ ആണെങ്കിലും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇത് മൊത്തത്തിൽ ഭയങ്കര ഒരു മിക്സാണ് കേട്ടോ. ചില സ്ഥലത്ത് റെസിഡൻഷ്യൽ ഏരിയ, ചില സമയത്ത് ടൂറിസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒരിതാണ്. കാരണം ഇതെന്ന് പറയുന്നത് ബേസിക്കലി സീസണലാണ്. ഞാൻ പറഞ്ഞൊരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെയാണ് ഇതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് അനാക്കാപ്രിയിൽ നിന്ന് കാപ്രിയിലേക്ക് പോവാണ്. ബസ് എടുത്തു. ആക്ച്വലി ഞാൻ മറ്റേ വേ എടുത്തത് വളരെ നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ബസ്സിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ബസ് കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടി. ഇല്ലെങ്കിൽ ഭയങ്കര റഷാണ്. ഞാൻ കാണിച്ചത് എത്ര റഷാണ് ബസ്സൊന്നും. സീ ഇറ്റ്സ് ഫുള്ളി പാക്ഡ്. അപ്പോൾ ആ വഴി എടുത്തത് എന്തുകൊണ്ടായാലും നന്നായി. ഇപ്പം നമ്മൾ അറിയില്ലേ, നമ്മൾ ലെസ് ആൾക്കാർ ട്രാവൽ ചെയ്ത പാത്ത് ഫോളോ ചെയ്യണം. അങ്ങനെ ഞാൻ ഫോളോ ചെയ്തതാണ്. ബട്ട് അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായി. ഇനി ഇവിടുന്ന് കാപ്രിയിൽ പോകും. കാപ്രിയിൽ നിന്ന് ഫിനിക്കലാറി എടുത്തിട്ട് ഇനി താഴെ ലൈക്ക് പോർട്ടിൻ്റെ സൈഡിൽ പോകണം. ഇനി ടൈം അലൗ ചെയ്താൽ എത്ര സമയത്തേക്കാന്നുള്ളത് നോക്കണം. അതിനനുസരിച്ചിട്ട് ഗ്രൊത്തോയിൽ പോകാനാണ് പ്ലാൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്സിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഫിനിക്കലാറി എടുത്തിട്ട് നമുക്ക് താഴെ പോവാം. ഒന്നും കൂടെ നമ്മൾ ഇവിടുന്ന് ലീവ് ചെയ്യുമ്പോഴേക്കും വി ക്യാൻ സീ ദ വ്യൂ. ഇവിടെ ഒരു മാപ്പൊക്കെ ഉണ്ട്. ഈ സോള എന്ന് വെച്ചാൽ ഐലൻഡ് ആയിരിക്കും തോന്നുന്നുണ്ട്. ഐലൻഡ്, കാപ്രി ഐലൻഡ്സ് എന്നുള്ള മീനിങ് ഞാൻ തോന്നുന്നു, ഇഫ് ഐ ആം നോട്ട് റോങ്. നമുക്ക് താഴെ പോവാം. ഓക്കെ, യാ വി കെയിം ഏർലി. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിപ്പോൾ ക്യൂ കണ്ടോ, ഇതിപ്പോൾ നല്ല ക്യൂ ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ടൈമിംഗ് അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ സമയത്ത് തിരിച്ച് നമുക്ക് അവിടെ പോവാം. എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഫിനിക്കലാഴിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്.
ആക്ച്വലി ഇപ്പോൾ ഫിനിക്കുലാരയിൽ തിരക്ക് കുറവാണ്, കാരണം ഇപ്പോൾ അധികം ആൾക്കാർ മേലോട്ട് പോകുന്ന സമയമല്ലേ. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. വരുമ്പോഴുള്ളതിൻ്റെ പകുതി ക്രൗഡ് പോലും ഇപ്പോൾ ഇല്ല. മരീന ഗ്രാൻഡെ എന്ന് പറയുന്നത് വേറൊരു പ്ലേസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അനാക്കാപ്രി പോയില്ലേ, അതുപോലെയാണ് ഒരു സംഭവമാണ് അത്. ലെമണിൻ്റെ മരങ്ങളാണ് ഫുള്ള് ഇവിടെ. ഈ ഒരു ഏരിയ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ വീഡിയോസിൽ, ഫുള്ള് ഇല്ല ലെമൺ 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 പരിപാടികളാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Ciao ciao.